സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തിന് അവസാനമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം പഠിക്കാൻ മുടക്കുന്നത് ഖജനാവിലെ 20 കോടി രൂപയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നവകേരള സർവേ CPMന്റെ രാഷ്ട്രീയ പ്രചാരണ ഉപാധി മാത്രമെന്ന ആക്ഷേപവും ശക്തമാണ്. സാമ്പത്തിക ഞെരുക്കത്തിൽ സംസ്ഥാനം പൊറുതിമുട്ടുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ ധൂർത്ത് തുടരുന്നു. ഖജനാവിൽ നിന്ന് 20 കോടി രൂപ മുതൽ മുടക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ തോൽവി പഠിക്കാനായാണ് നവകേരള സർവേ നടത്തുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് സർവേയുടെ മറവിൽ CPM നടത്തുന്നത് രാഷ്ട്രീയ പ്രചാരണമാണ്. ഇതിനായി സർക്കാർ ചിലവിൽ നിന്ന് കോടികളാണ് പൊടിപൊടിക്കുന്നത്. CPMന്റെ ജനസമ്പർക്ക പരിപാടി നടത്തിയും ചെയ്യാത്ത വികസന നേട്ടങ്ങൾ പെരുപ്പിച്ചു പറഞ്ഞും ലഘുലേഖകൾ വിതരണം ചെയ്തും വോട്ട് പിടിക്കുവാനുള്ള തന്ത്രമാണ് നടത്തുന്നത്. ഇതിനായി 85,000 പേരുടെ സന്നദ്ധ സേനയെ CPMന്റെ പ്രാദേശിക നേതൃത്വം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ജനാഭിപ്രായം സമാഹരിക്കുന്ന സുതാര്യവും വസ്തുനിഷ്ഠവുമായ സർവേ നടത്തിയാൽ സർക്കാർ വിരുദ്ധ കുറ്റപത്രം മാത്രമാകും ലഭിക്കുക. പാർട്ടി സഖാക്കളുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പേരും പറഞ്ഞ് നടത്തുന്ന നവകേരള സർവേക്കെതിരെ ആക്ഷേപവും ഉയരുന്നുണ്ട്. സർവേകൾ നടത്തിയെന്ന പേരിൽ ഭരണനേട്ടമെന്ന് ചൂണ്ടിക്കാട്ടി അടുത്ത കാലത്ത് ചില പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിദാരിദ്ര്യമുക്തം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നീ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ വ്യാജ സർവേ റിപ്പോർട്ടുകളുടെ മേലുള്ള വീമ്പു പറച്ചിലാണെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടതുമാണ്. ഇതിനു പിന്നാലെയാണ് പുതിയൊരു സർവേയുമായി സംസ്ഥാന സർക്കാരും CPMും പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. ജനം, തിരുവനന്തപുരം.